അമ്മൂമ്മ ഇന്നൊരു കഥ പറഞ്ഞു തരട്ടെ. ഓക്കെ അമ്മൂമ്മ. ജ്ഞാനേശ്വരൻ എന്നൊരു യോഗിയുടെ കഥയാണ് അമ്മൂമ്മ പറഞ്ഞു തരുന്നത്. പൊതുവെ ഒരു വാക്യമുണ്ട്, പോത്തിന്റെ കാതിൽ വേദമോതിയാൽ കേൾക്കില്ലെന്ന്. പക്ഷെ ജ്ഞാനമുള്ള ഒരാൾ പോത്തിന്റെ നല്ല ആരുടെ കാതിലും വേദമോതിയാൽ കേൾക്കും എന്നതിന് ഉദാഹരണമാണ് ഈ ജ്ഞാനേശ്വരന്റെ കഥ കേട്ടോ. ഒരു വൈഷ്ണവ പാരമ്പര്യത്തിൽ ജനിച്ച യോഗിയായിരുന്നു ഈ ജ്ഞാനേശ്വർ. അദ്ദേഹത്തിന്റെ 15ാമത്തെ വയസ്സിൽ ജ്ഞാനേശ്വരി എന്ന പേരിൽ ഭഗവത്ഗീത ഭാഷ്യം രചിച്ചു. 22ാമത്തെ വയസ്സിൽ ജീവസമാധിയും അടങ്ങി. ജാതി വേർതിരിവില്ലാതെ എല്ലാവരെയും വിഡോഹ ഭക്തിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിരുന്ന ആളായിരുന്നു ജ്ഞാനേശ്വരൻ. മഹാരാഷ്ട്രയിൽ ഒരു ഗ്രാമത്തിൽ വിടൽപന്ത് എന്നൊരു ബ്രാഹ്മണൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് സന്യസിക്കാനായിരുന്നു ആഗ്രഹം. അങ്ങനെ അദ്ദേഹം ഇങ്ങനെ സന്യസിക്കാൻ വേണ്ടി പോകുന്ന വഴിയിൽ സിദ്ധോബന്ധ എന്നൊരു ബ്രാഹ്മണ കുടുംബത്തിൽ പോയി താമസിച്ചു കുറച്ചു നാൾ. ആ താമസിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ സിദ്ധോബന്ധ് പറഞ്ഞു, നീ എൻ്റെ മകളായ രുക്മിണിബായിയെ വിവാഹം കഴിക്കണമെന്ന്. പക്ഷേ സന്യാസമാണ് ഇഷ്ടമാണെങ്കിൽ കൂടി ഗുരുവിനെ പോലെ സ്നേഹിച്ച ഒരാൾ പറയുന്നത് എങ്ങനെ കേൾക്കാതിരിക്കുമെന്ന് വിചാരിച്ചിട്ട് അദ്ദേഹത്തിന് മകളെ കല്യാണം കഴിച്ച്, രുക്മിണിബായിയെ കല്യാണം കഴിച്ച് ഈ വിഡോബന്ധ് തൻ്റെ വീട്ടിലേക്ക് വന്നു. കുറച്ചു നാൾ കഴിഞ്ഞിട്ടും ഈ സന്യാസിക്കണമെന്നുള്ള മനസ്സ് തന്നെയായിരുന്നു ഇദ്ദേഹത്തിന്. അദ്ദേഹം എന്ത് ചെയ്തു, ഈ ഭാര്യയെ വിട്ടിട്ട് സന്യസിക്കാൻ പോയി. അങ്ങനെ പോയി എത്തിയത് എവിടെയാണ്? കാശിയിൽ. കാശിയിൽ എത്തിയിട്ട് ശ്രീ രാമാനന്ദ ആചാര്യൻ എന്നൊരു ഗുരുവിൻ്റെ അടുത്താണ് ശ്രീ കാശിയിൽ എത്തിച്ചേരുന്നത്. അങ്ങനെ ആ ഗുരുവിൻ്റെ ശിക്ഷണത്തിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ രാമാനന്ദ ആചാര്യൽ ഇങ്ങനെ ദേശം തോറും സഞ്ചരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഈ രുക്മിണിബായിയെ കാണും. ഈ രുക്മിണിബായിയെ കാണുമ്പോൾ അദ്ദേഹം ആ രുക്മിണിബായിയുടെ സീമന്തരേഖയിലെ സിന്ദൂരം എല്ലാം കണ്ടിട്ട് പറയും, നിനക്ക് നല്ല പുത്രന്മാർ ജനിക്കുമെന്ന്. ഇത് കേട്ടിട്ട് ഈ രുക്മിണിബായി കരയാൻ തുടങ്ങും. ഈ കരച്ചിൽ കണ്ടപ്പോൾ ഞാൻ ദൃഷ്ടി കൊണ്ട് ഈ രാമാനന്ദാചാര്യ നോക്കും, എന്താണ്? അപ്പോഴാണ് നമ്മുടെ ആശ്രമത്തിലുള്ള വിഡോബന്ധിന്റെ ഭാര്യയാണല്ലോ. ഓ, ഇതാണ് കാരണം എന്ന് പറഞ്ഞിട്ട് ആ ആശ്രമത്തിൽ തിരിച്ചു പോയെന്നെ വിഡോബന്ധിനോട് പറയും, നീ എത്രയും വേഗം നിന്റെ കുടുംബത്തിൽ പോയി ചേരണം എന്ന് പറഞ്ഞ് തിരിച്ചയക്കും. വീണ്ടും വന്ന് വിഡോബന്ധ് രുക്മിണിബായി വീട്ടിൽ താമസിച്ച് അവർക്ക് 3 പുത്രന്മാരും 1 പുത്രിയും ജനിക്കും. മൂത്ത പുത്രന്റെ പേര് നിവർത്തിനാഥ്. 2ാമത്തെ പുത്രനാണ് ഈ ജ്ഞാനേശ്വർ, നമ്മൾ കഥ പറയുന്ന യോഗി ജ്ഞാനേശ്വർ. അപ്പം ഈ സന്യസിക്കാൻ പോയിട്ട് തിരിച്ചു വന്നതുകൊണ്ട് അന്നത്തെ ബ്രാഹ്മണ സമൂഹം ഇവരെ കൂട്ടത്തിൽ ചേർത്തില്ല. കാരണം നീ സന്യസിക്കാൻ പോയിട്ട് തിരിച്ചു വന്നവനാണ്, നിന്നെ ഇനി ഞങ്ങളുടെ കൂട്ടത്തിൽ ചേർക്കില്ല എന്ന് പറഞ്ഞ് ഇവരെല്ലാവരും മാറ്റി നിർത്തി. ഈ വിഡോബന്ധിന് ഒരുപാട് ജ്ഞാനമുള്ള ആളാണ്. അദ്ദേഹത്തിന്റെ മക്കൾക്ക് ആവശ്യമുള്ള അറിവെല്ലാം അദ്ദേഹം തന്നെ പറഞ്ഞു കൊടുത്തു. അതിലും മൂത്ത പുത്രനായ നിവർത്തിനാഥ് അതിഭയങ്കര ബുദ്ധിമാനാണ്. അദ്ദേഹമാണ് അനുജനായ ജ്ഞാനേശ്വരന് എല്ലാ അറിവുകളും വേദങ്ങളും ഒക്കെ പറഞ്ഞു കൊടുത്തിരുന്നത്. എന്നാലും തൻ്റെ മക്കൾക്ക് ആചാരപ്രകാരമുള്ള ആ ഉപനയനം, ബ്രാഹ്മണർ നടത്തുന്ന ഉപനയനം ഒന്നും നടത്താത്തത് കൊണ്ട് ആ സമൂഹത്തിൽ സമൂഹത്തിൽ പോയി ചോദിക്കുകയാണ്, എന്താണ് ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തത്, അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്ത തെറ്റിന് എന്താണ് പ്രായശ്ചിത്തം ചെയ്യേണ്ടത്, ഞങ്ങളുടെ മക്കൾക്ക് ഉപനയനമൊക്കെ നടത്തി തരണം നിങ്ങളെന്ന് പറയുമ്പോൾ അവിടെയുള്ള ആ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർ അവരിങ്ങനെ പറയും, പറ്റില്ല, നിങ്ങൾ സന്യസിക്കാൻ പോയി തിരിച്ചു വന്നവരെ ഞങ്ങൾ ഇനി ചേർക്കില്ല. അങ്ങനെ നിങ്ങൾ പ്രായശ്ചിത്തം ചെയ്യണമെങ്കിൽ നിങ്ങൾ ആത്മഹത്യ ചെയ്തേക്കും, ജീവത്യാഗം ചെയ്തേക്കുമെന്ന്. ഇത് കേട്ടിട്ട് ഈ ഭാര്യയും ഭർത്താവും എന്ത് വിചാരിച്ചു? രുക്മിണിഭായിയും വിഡോബന്ധ് വിചാരിച്ചു, ശരി നമ്മുടെ മക്കൾക്ക് വേണ്ടി അത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ത്രിവേണി സംഗമത്തിൽ ഇവർ 2 പേരും ജീവത്യാഗം ചെയ്തു. ജീവത്യാഗം ചെയ്തിട്ടും ഈ മക്കൾക്ക് ഉപനയനം ഈ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർ ചെയ്തു കൊടുത്തില്ല. ഇത് കണ്ടിട്ട് ജ്ഞാനേശ്വരർ പോയി കേൾക്കും, നിങ്ങൾ എന്താണ് ഇനി ഞങ്ങൾക്ക് ഉപനയനം ചെയ്യാത്തത് എന്ന് ചോദിക്കും. പറയും, നീ ആരാണ്? ബ്രാഹ്മണന്മാർ ചോദിക്കുകയാണ്, നീ ആരാണ്? നിനക്ക് ജ്ഞാനേശ്വരൻ പേര് ആരാണ് വെച്ചത്? അപ്പം ജ്ഞാനേശ്വർ പറയും, എൻ്റെ പേരിൻ്റെ അർത്ഥം എനിക്കറിയാം, ഞാൻ ആരാണെന്നും എനിക്കറിയാം, നിങ്ങൾക്ക് നിങ്ങൾ ആരാണെന്നറിയാമോ? അതാദ്യം തേടുക. ഞാൻ ഈ പ്രപഞ്ചം മുഴുവനും ഞാൻ തന്നെയാണ്, ആ പ്രപഞ്ചത്തിൽ നിൽക്കുന്ന പരബ്രഹ്മാവ് തന്നെയാണ് എന്നിലും ഉള്ളതെന്ന് പറയുമ്പോൾ ബ്രാഹ്മണരെല്ലാം കൊക്കൊക്കൊന്ന് ചിരിക്കും. ചിരിച്ചിട്ട് ഇവരെന്ത് ചെയ്യും? അപ്പോഴതുവഴി ഒരു പോത്ത് പോവും. ആ പോത്തിനോട് കാണിച്ചിട്ട് പറയും, ആ പോത്തിനും പരബ്രഹ്മമുണ്ടോ? ജ്ഞാനേശ്വരൻ ഒട്ടും മടിക്കാതെ പറയും, ഉണ്ടല്ലോ. എന്നാ കാണട്ടെ. ജ്ഞാനേശ്വര ആ പോത്തിന്റെ തലയിലൊന്ന് തടവിയിട്ട് കാതില് മന്ത്രങ്ങൾ പറയും. എന്നിട്ട് ആ പോത്തിനോട് പറയും ഈ മന്ത്രമൊക്കെ തിരിച്ചു പറയാം. മണി പോലെ ഋഗ്വേദ മന്ത്രമാണ് പോത്ത് തിരിച്ചു പറയുന്നത്. ഇത് കേട്ട ബ്രാഹ്മണന്മാരെല്ലാം ആടി ഒലഞ്ഞു വിറച്ച് സാഷ്ടാംഗം നമസ്കരിച്ചിട്ട് പറയും, അയ്യോ തെറ്റുപറ്റിപ്പോയി, ഇദ്ദേഹം പരമൻ ജ്ഞാനിയാണ്, അറിവുള്ളവനാണ്, പരബ്രഹ്മമാണെന്ന് പറയും.
ആ ജ്ഞാനേശ്വരാണ് 22-ാമത്തെ വയസ്സ് ജീവസമാധി അടഞ്ഞത് മഹാരാഷ്ട്രയില്. കേട്ടോ?